തേങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. തേങ്ങയല്ലാവേ നമുക്ക് ഈ വെയിലത്ത് പൊട്ടിച്ചു വെക്കാം. കുറച്ച് അയിലിയൊക്കെ കിടപ്പുണ്ട്. ഭയങ്കര എണ്ണയ്ക്ക് വിലയല്ലേ. അപ്പോൾ തേങ്ങയരയ്ക്ക് ഇച്ചിരി കുറച്ചിട്ട് അന്നേരം ദാഹം കൊണ്ട് മടുത്ത് വാഴയുടെയൊക്കെ ചോട എല്ലാം പോയി നോക്കിയപ്പോൾ ഉണ്ട് ഒരെണ്ണം കിളിയൊക്കെ കൊത്തി പകുതി കിളി കൊണ്ടുപോയി. കിടന്നതായതുകൊണ്ട് ഇലയൊക്കെ കാരണം കണ്ടില്ല. കുറച്ചൊക്കെ മുറിച്ച് കളഞ്ഞു. കണ്ടോ, പക്ഷി കൊത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഇവരെന്നെ ചിലയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയതാണേ. അന്നേരം അതുങ്ങൾ കൊത്തി തീറ്റ. ഞാനാണെങ്കിൽ പൊരിഞ്ഞ് പറമ്പിൽ കൂടെ നടപ്പും. കുറച്ചൊക്കെ അവർക്ക് ഇരിഞ്ഞ് കൊടുത്തിട്ട് ഇട്ടിട്ട് ബാക്കിയും കൊണ്ട് ഞാനിങ്ങ് പോന്നേ. എനിക്ക് വിശക്കുന്നില്ല. പരവേശം എടുക്കുമോ. എന്തായാലും നമുക്ക് കുറച്ച് കിട്ടി. അപ്പം നാളെ പുട്ട് ഇരിഞ്ഞു തുടങ്ങി നന്നായിട്ട് പഴുത്തേ. ഇന്നിപ്പോൾ ചെന്നില്ലായിരുന്നു അവർ തീർത്താനെ. കിടന്നുകൊണ്ടേ കണ്ടില്ല. നീ കെട്ടിയിടാമേ കൊച്ചേ, അല്ലെങ്കിൽ ഇത് മൊത്തം ഇരിഞ്ഞിപ്പോൾ തന്നെ പോകും. ഇത് നാളെ വരെയൊക്കെ നിൽക്കണമെങ്കിൽ അല്ല ചാരി വെച്ച അപ്പടി പുട്ടിന് ഉണ്ടാക്കുമ്പോഴേക്കും ഇവിടെ എല്ലാം കറുത്ത് പോകുന്നേ. അങ്ങോട്ട് കെട്ടിയിടാം. നല്ലപോലെ പഴുത്തു. ചെറിയ പോലെയായിരുന്നു കേട്ടോ. പഴം കിട്ടണേന്ന് ഒരു പഴം കിട്ടിയാൽ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പഴം കിട്ടി. കെട്ടി തൂക്കിയിടുമ്പോൾ വാഴപ്പഴം നേരെ തിരിച്ചു പിടിക്കണം. എന്നിട്ട് കെട്ടി തൂക്കിയിടണം. അങ്ങനെ കെട്ടി തൂക്കിയിടുമ്പോൾ ഉണ്ടല്ലോ എത്ര പഴുത്താണെങ്കിലും കുറേ ദിവസമൊക്കെ ഇരുന്നോളൂ കേട്ടോ. നമ്മളെവിടെയെങ്കിലും ചാരിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് കേടായിപ്പോയി. ഇങ്ങനെ